വിശ്വാസത്തിൻ്റെ സ്ഫോടനം കാരണക്കോടത്ത് ഉണ്ടായി. പരമേശ്വരൻ അവിടെ ഒരു ചെറിയ കുടിൽ കെട്ടി. വെറുമൊരു ആൾക്ക് തലചയിക്കുവാനല്ല, മറിച്ച് ലോകം വണങ്ങാൻ പോകുന്ന ശാന്തിഗിരിയുടെ ആദ്യ ബീജമായിരുന്നു അത്. പരമേശ്വരന്റെ വിശ്വാസത്തിന്മേൽ ഗുരു നടത്തിയ ജ്ഞാനസ്ഫോടനം അവിടെ വലിയൊരു നിയോഗത്തിൻ്റെ തുടക്കമായിരുന്നു. ആത്മസമർപ്പണം, ഒരാൾ തൻ്റെ സർവസ്വവും ഒരു ആശ്രമമാക്കി മാറ്റി ഗുരുവിന് സമർപ്പിക്കുക, അത് അത്ഭുതമാണ്. അവിടെ നടന്നത് കേവലം മണ്ണല്ല, തൻ്റെ ആത്മാവിനെ തന്നെയാണ് ആ ചെറിയ കുടിലിലൂടെ അദ്ദേഹം ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചത്. ആത്മീയതയുടെ ഒരു ചരിത്ര മുഹൂർത്തം ശാന്തിഗിരി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ആദ്യ ചുവടായി മാറി. ഗോകർണം മുതൽ ചിറയൻകീഴ് വരെ പടർന്നു പന്തിരിച്ച ചേര ആയർ വംശജരുടെ ഒരു പൗരാണിക സംസ്കൃതികൾ ഉറങ്ങുന്ന മണ്ണാണ് കാരണക്കോട്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ കാട്ടുപ്രദേശത്തെ നാഗോപാസകരുടെ പാരമ്പര്യം പേറുന്ന മണ്ണ് NK പരമേശ്വരൻ എന്ന ആത്മസാധകനെ കാത്തിരിക്കുകയായിരുന്നു. പോത്തൻകോട് ഇവിടെ കപ്പത്തണ്ടിൽ തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി കാരണക്കോടത്ത് ഈ എളിയ ആശ്രമം വിരിഞ്ഞു. അന്ന് പ്രേമാനന്ദക്കമ്മത്ത്, രവിമല്ലൻ ഉൾപ്പെടെ ഇന്ന് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം അവിടെ ഉണ്ടായിരുന്നു. ഈ സമർപ്പണത്തിൻ്റെ തുടർച്ചയായി വയനാട്ടിലെ ആർത്തവയിലുള്ള 6 ഏക്കർ സ്ഥലം, പറമ്പും നിലവും കൂടി അദ്ദേഹം ഗുരുവിന് സമർപ്പിച്ചു. സ്വന്തം ജീവിതം തന്നെ വഴിപാടാക്കി മാറ്റിയ ഭക്തനിലൂടെ ശാന്തിഗിരി എന്ന മഹാപ്രകാശത്തിൻ്റെ ജ്വാലകൾ ഓരോ ദേശങ്ങളിലേക്കും ആദ്യ കാലങ്ങളിൽ പടർന്നു തുടങ്ങി.